ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കാണിക്കുന്ന ഒരു ഈസി മീൻകറി റെസിപ്പിയാണ് കേട്ടോ. ഇതിലും ഈസി ആയിട്ട് നമുക്ക് മീൻകറി വെക്കാൻ പറ്റില്ല. ആദ്യം ഏത് മീനാണോ എടുക്കുന്നത് ആ മീൻ കഴുകി വൃത്തിയാക്കി വെക്കുക. എന്നിട്ടൊരു ചട്ടി വെക്കുക, എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ആണെങ്കിൽ ടേസ്റ്റ് കൂടും. വെളിച്ചെണ്ണ ഉള്ളൊരു വെളിച്ചെണ്ണ എടുക്കുക, അതിൽ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേനും കുറച്ച് ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കുക. അത് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ചേർത്ത പോലെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റായിട്ട് ചേർക്കാം. പേസ്റ്റ് ചേർത്ത് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും അതിലേക്ക് പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഞാൻ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒത്തിരി ദിവസം നിങ്ങൾക്ക് വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ മല്ലിപ്പൊടി സ്കിപ്പ് ചെയ്യാം. പക്ഷേ മല്ലിപ്പൊടി ഇട്ടാൽ നല്ലൊരു ചാറിന് നല്ല കുറുകലൊക്കെ കിട്ടും. അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയും കൂടെ ചേർത്തു. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ പുളി കുതിർത്ത് വെച്ച കുടംപുളിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുടംപുളി കുതിർത്ത് വെച്ച വെള്ളവും പുളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ സമയത്ത് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വരും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിള വന്നവരെ മൂടി വെച്ച് തിളപ്പിക്കാം. ആ തിള വന്നു കഴിയുമ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ എല്ലാം പെറുക്കി ഇട്ട് കൊടുക്കുക. മീൻ കഷ്ണങ്ങൾ പെറുക്കി ഇട്ട് കഴിഞ്ഞ് പിന്നെ ഒത്തിരി സ്പൂൺ വെച്ച് ഇളക്കണ്ട കേട്ടോ. പിന്നെ ജസ്റ്റ് കൈ വെച്ചൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. കറിവേപ്പില ലാവിഷായിട്ടുള്ളവരാണെങ്കിൽ അത് ലാവിഷായിട്ട് ഇടുക, ടേസ്റ്റ് കൂടും. പുറത്തൊക്കെ ഉള്ളവർക്ക് കറിവേപ്പില ലിമിറ്റഡ് ആയിരിക്കും, അപ്പോൾ അതനുസരിച്ച് ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് പാകത്തിന് കുറുക്കി വറ്റിച്ചെടുക്കും. ഞാൻ തലേദിവസം രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുത്തത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.